ചടയമംഗലം ഗവൺമെൻറ് MGHSലെയും പോരേടം VHSലെയും നാഷണൽ സ്കീമിൽപ്പെട്ട വിദ്യാർത്ഥികൾ ചടയമംഗലം KSRTC പരിസരം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ദൃശ്യങ്ങളാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. ഈ പദ്ധതിയെയും ഇതിൻ്റെ നടത്തിപ്പിനെയും സംബന്ധിച്ച് പോരേടം വിവേകാനന്ദ സ്കൂളിലെ നാഷണൽ സ്കീമിൻ്റെ ചുമതലയുള്ള അധ്യാപകൻ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റും സംസ്ഥാന ശുചിത്വ മിഷനും ചടയമംഗലം ഗ്രാമപഞ്ചായത്തും ചേർന്ന് നടത്തുന്ന സംസ്ഥാന ഗവൺമെൻറ് പ്രോജക്റ്റായ നവകേരള സുന്ദര കേരളം ശുചിത്വ കേരളം സുന്ദര കേരളം പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഈ സംസ്ഥാനമൊട്ടുക്ക് നടന്നിരിക്കുന്ന ഈ ശുചീകരണ മഹായജ്ഞം അത് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ചടയമംഗലം KSRTC ബസ് സ്റ്റേഷൻ ശുചീകരിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. പ്രസ്തുത പരിപാടിയുടെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് പങ്കെടുക്കുന്നതിനായി ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ, ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, മറ്റ് വാർഡ് മെമ്പർമാർ, പ്രമുഖ ശുചിത്വ മിഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അധികാരികൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരോടൊപ്പം തന്നെ കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതശ്രീ അംഗങ്ങൾ എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ നാടിനെ ശുചീകരിച്ച് സുന്ദരമായ ഒരു സുന്ദര കേരളമാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടന കർമ്മത്തിലൂടെ നിർവഹിക്കുന്നത്. ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ പോരേടം വിവേകാനന്ദ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി. അതിന് നമ്മുടെ സ്കൂളിൻ്റെ പേരിലും NSS യൂണിറ്റിൻ്റെ പേരിലുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നതിനോടൊപ്പം നമ്മുടെ വിദ്യാർത്ഥികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനൊപ്പം നമ്മുടെ നാടിനെ ശുചിത്വവൽക്കരിക്കുന്ന ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പങ്കുകൊള്ളാൻ സാധിച്ചതിലും ഏറെ അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നു. അതിലൂടെ ഈ ശുചിത്വ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ശുചിത്വ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ ഒരു പ്രവർത്തനം നാട്ടുകാരിലേക്ക് എത്തിക്കാൻ നമ്മുടെ സ്കൂളിലെ നമ്മുടെ NSS യൂണിറ്റിന് ഭാഗമാകാൻ സാധിച്ചതിൽ എല്ലാവിധ നന്ദിയും കടപ്പാടും ഞാൻ ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനോടും ശുചിത്വ മിഷനോടും സൂചിപ്പിക്കുകയാണ്. വിവേകാനന്ദ NSS പ്രോഗ്രാം ഭാഗമായി മാറുകയാണ്. അതുപോലെ തന്നെ MGHS നമുക്കറിയാം. MGHS ചടയമംഗലത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്കൂളാണ്. വിദ്യാഭ്യാസത്തിനുപരി കലാകായിക രംഗത്ത് ശ്രദ്ധേയമായ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുന്ന MGHSലെ NSS യൂണിറ്റിലെ ഭാഗമായി ചടയമംഗലം ഗവൺമെൻറ് MGHS സ്കൂളിലെ വിദ്യാർത്ഥികളും പോരേടം വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ ചടയമംഗലം KSRTC പരിസരം ശുചീകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പിലാണ്. ശുചിത്വ കേരളം സുന്ദര കേരളം എന്ന പദ്ധതിയിലൂടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ മുന്നോട്ട് വന്ന നാഷണൽ സർവീസ് സ്കീമിലെ കുഞ്ഞുങ്ങൾ അവർ എന്തുകൊണ്ടും പ്രശംസ അർഹിക്കുന്നു. നാടിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ സ്കീമിൻ്റെ പ്രവർത്തനങ്ങൾ വരും തലമുറയ്ക്കും കുഞ്ഞുങ്ങൾക്കും മാതൃക ഏകുന്നതാണ്. ബഹുമാന്യ
ബഹുമാന്യരെ, നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ പരിപാടികളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട 75 KSRTC സ്റ്റാൻഡുകളും അതിനോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളും ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ന് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് വിവിധ സംവിധാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മെഗാ ക്ലീനിംഗ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 2 വാക്ക് പറയുന്നതിന് വേണ്ടി ബഹുമാന്യായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അവർകളെ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി ക്ഷണിക്കുന്നു. ബഹുമാനിയായിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഏറെ പ്രിയങ്കരിയായിട്ടുള്ള പ്രസിഡന്റ് മിനി സുനിൽ, മുൻ പ്രസിഡന്റ് JB ബിന്ദു, നമ്മുടെ സ്കൂളിലെ പ്രധാനപ്പെട്ട അധ്യാപകർ, അതോടൊപ്പം തന്നെ KSRTCയിലെ ഓഫീസർമാർ, ജീവനക്കാർ, നമ്മുടെ സ്കൂളുകളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, അതോടൊപ്പം തന്നെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ കുട്ടികളടക്കമുള്ള ഹരിതകർമ്മസേനയിലെ പ്രിയപ്പെട്ട സഹോദരിമാർ, NREG വർക്കേഴ്സിലെ പ്രിയപ്പെട്ട സഹോദരിമാരെ, കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ എല്ലാ KSRTC ബസ് സ്റ്റേഷനുകളും പരിസരവും ശുചീകരണ പ്രവർത്തനം നടത്തുക എന്ന ലക്ഷ്യത്തിന്റെ തുടക്കമാണ് ഇന്നിവിടെ കുറിക്കുന്നത്. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതോടൊപ്പം തന്നെ ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി യുവതലമുറയെ ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഇതിൽ ഭാഗവാക്കാക്കുന്നതോടൊപ്പം തന്നെ ഹരിതകർമ്മസേന, തൊഴിലുറപ്പിലെ, അതുപോലെ തന്നെ വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മാലിന്യമുക്ത നവകേരളം എന്ന് പറയുന്ന പദ്ധതി 2025 പരിപൂർണമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പം നേരത്തെ ബഹുമാനിയായിട്ടുള്ള പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ ഗവൺമെന്റ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയാണ് മാലിന്യമുക്ത നവകേരളം. അപ്പം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അതിനാവശ്യമായിട്ടുള്ള മാലിന്യ പ്ലാന്റുകൾ, അതോടൊപ്പം തന്നെ MCF ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് മാലിന്യത്തെ നന്നായി വേർതിരിച്ചുകൊണ്ട് അതിനാരോഗ്യപരമായിട്ടുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. തീർച്ചയായും കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി പൊതു ഇടങ്ങൾ വൃത്തിയാക്കിക്കൊണ്ട് യാത്രക്കാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കെല്ലാം ബസ് സ്റ്റേഷനുകളിൽ സുരക്ഷിതമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ആ ദൗത്യം വളരെയധികം അർത്ഥവത്തോടുകൂടി ഏറ്റെടുത്ത പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, ഭരണസമിതി അംഗങ്ങൾ, മുൻ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ഈ ദൗത്യം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമ്മൾ MG ഹൈസ്കൂള്, വിവേകാനന്ദ സ്കൂളിലെല്ലാം പ്രിയപ്പെട്ട അധ്യാപകർ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഈ തരത്തിൽ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടി കുട്ടികളെ തയ്യാറാക്കിയ പ്രിയപ്പെട്ട എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും, അതിലുപരി കേരളത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ഹരിതകർമ്മസേന, നമ്മുടെ പ്രദേശങ്ങൾ, നമ്മുടെ പൊതുപരിപാടികൾ, നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും ആ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ ശുചീകരിക്കുന്നതിന് വേണ്ടി ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് കേരളം മുന്നേറുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങൾ അവരുടെ സേവനം എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. ഇവിടെയും തുടക്കം കുറിക്കുന്നതിന് വേണ്ടി, ആ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട തൊഴിലുറപ്പിലെ പ്രിയപ്പെട്ട സഹോദരിമാർ, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന AE അടക്കമുള്ള ബഹുമാന്യർ, അതോടൊപ്പം തന്നെ നമ്മുടെ KSRTC ATO, അവിടുത്തെ മറ്റ് ജീവനക്കാർ മുഴുവൻ പേരെയും സന്തോഷപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് മാലിന്യമുക്ത നവകേരളം എന്ന കർമ്മപരിപാടിയുടെ ഭാഗമായി ഗവൺമെന്റ് വിഭാവനം ചെയ്തിട്ടുള്ള ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദനങ്ങൾ.
ഉദ്ഘോഷിച്ചുകൊണ്ട് കേരള സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കി വരുന്ന മാലിന്യമുക്ത പരിപാടിയുടെ ഭാഗമായി ചടയമംഗലം ഡിപ്പോയിലും KSRTC ചടയമംഗലം ഡിപ്പോയിൽ ഇന്ന് ഈ ഒരു മെഗാ ക്ലീൻ പദ്ധതി നടക്കുകയാണ്. ഈ ഡ്രൈവിലേക്ക് പങ്കെടുക്കാനെത്തിയിരിക്കുന്ന എല്ലാവർക്കും KSRTCയുടെ പേരുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ വൻ വിജയമാക്കി തീർക്കാനെത്തിയിരിക്കുന്ന ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലും അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാ പ്രവർത്തകർ, വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സംസ്ഥാന സർക്കാരിലെ ശുചിത്വ കേരളവുമായി ബന്ധപ്പെട്ടുള്ള മെഗാ ശുചിത്വ പരിപാടിയാണ് ഇന്ന് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെയും അതോടൊപ്പം തന്നെ വിവിധ സ്കൂളുകളുടെയും നേതൃത്വത്തിൽ സംബന്ധിച്ച് നടപ്പിലാക്കുന്നത്. ചടയമംഗലം ടൗൺ പൂർണ്ണമായും ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് വളരെ ശുചിയായ രൂപത്തിൽ, അതോടൊപ്പം തന്നെ KSRTC സ്റ്റാൻഡ് ഉൾപ്പെടെ ഇന്ന് പൂർണ്ണമായി ശുചീകരിക്കപ്പെടുന്ന ഒരു വലിയ ടാസ്ക്കാണെന്ന് ചടയമംഗലം ഗ്രാമപഞ്ചായത്തും അതോടൊപ്പം തന്നെ വിവിധ സ്കൂളിലെ ഒരിടം വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളും അതോടൊപ്പം തന്നെ MGHS സംയുക്തമായിട്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾ അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ബഹുജനങ്ങളെയാണ് ഇതിനെക്കൊണ്ടാണ് ഒരു മെഗാ ക്യാമ്പയിൻ, ശുചിത്വ ക്യാമ്പയിൻ സംഘടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ശുചിത്വ കേരളം പദ്ധതി വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതിനുള്ള പരിശ്രമമാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത്. മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ ചടയമംഗലം, ഒപ്പം വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളാണ് ക്യാമ്പയിൻ്റെ ഭാഗമായി മാറുന്നത്. തീർച്ചയായിട്ടും ദിശാബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ എന്നും NSS മാർഗദർശനം നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന ശുചിത്വ മിഷൻ അയച്ചേക്കൊന്നു കഴിഞ്ഞ ദിവസം എൻ്റെ നെറ്റ് ഞാൻ ഇന്നലെ വിളിക്കാനായിട്ട് പിന്നെ നെറ്റ് മെനിങ്ങാന്നൊക്കെ തീർന്നു. ഇന്നലെ ഞാനിവിടെ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് തിരക്കണം. അപ്പം ഇന്ന് വരുമെന്ന് എനിക്കറിയാം. പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. എല്ലാവരും ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരനും ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിലും KSRTC പരിസരം ശുചീകരിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. 50 ബസ്സുകളുണ്ട്, 30 സീറ്റുകളുണ്ട്. വരുമ്പോഴത്തേക്ക് 36 പേര് വന്നാൽ മതി. 36 പേര് കാണും. കേരളം മൊത്തം പോകുന്നു കേട്ടോ. കേട്ടോ
വളണ്ടിയേഴ്സ് പറഞ്ഞാൽ ഏതിലും ധൈര്യപൂർവ്വം നിൽക്കുന്ന മക്കളുമാരാ കേട്ടോ. മിടുക്കളാവണം. കാരണം കൊറോണ വന്നപ്പോഴ്, നിപ്പ വന്നപ്പോഴ്, എല്ലാ കാര്യങ്ങളിലും NSS വളണ്ടിയേഴ്സ് വളരെ മാതൃക. ഞാൻ എല്ലാ യോഗങ്ങളിലും പ്രസംഗിക്കാറുണ്ട് നിങ്ങളെ കുറിച്ച്. NSS വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന മിടുക്കൊരു കുട്ടികളാണ്. അവർ നന്നായിട്ട് കവറേജ് കൊടുക്കണേ. നമ്മളെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണ് കവറേജ് കൊടുക്കേണ്ടത്. മിടുക്കികളാണ് കേട്ടാ. ആരാ ഗേൾസാണോ ബോയ്സാണോ മിടുക്കറത് ഞാൻ നോക്കും. അത് ഗേൾസാ. അടിക്കടേ കൈ. ആരുണ്ട് ഇതിനെ കുറിച്ച് ആരുമില്ല. ക്യാമറ തിരി. നമ്മള് ചടയമംഗലം ബസ് സ്റ്റോപ്പ് ക്ലീൻ ആക്കാനായിട്ട് വിവേകാനന്ദ ഓരുടെ സ്കൂളിൽ നിന്ന പിള്ളേരാണ്. ബാക്കിയുള്ളല്ലേ അവൻ പറയും. നമ്മളെ ലീഡറാണ് നമ്മളെ നയിക്കുന്നത് അവനാണ്. 11 ഇന്ന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ ഗ്രൗണ്ടിൽ നിങ്ങൾ ചെയ്യുന്നത്? നമ്മൾ ചപ്പ് ചവറുകൾ വരാനും പിന്നെ ഇവിടെ ഫുള്ള് വൃത്തിയാക്കാനാണ്, ഇവിടെ പരിസരം വൃത്തിയാക്കാനൊക്കെയാണ് നമ്മളിവിടെ വന്നത്. രാവിലെ 8 മണിക്കാണ് നമ്മളിവിടെ വന്നത്. നിങ്ങൾ ഏത് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്? വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വന്നത്. നമ്മളെ VHSE കുട്ടികളാണ്. ഫസ്റ്റ് ഇയർ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഭാവിയിലും നിങ്ങൾ ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ നാട് ശുചീകരണത്തിൽ മുൻപന്തിയിൽ വരുന്നതിന് വേണ്ടി നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ മാതൃകയാണ്. എല്ലാവിധ ആശംസകളും. കണ്ടൊരു പാടേ മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവവൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവവൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. സൗഹൃദ സിദ്ധ്യകൾ പൂത്താൽ സൗവർണാംബ പരന്നാൽ, സൗഹൃദ സിദ്ധ്യകൾ പൂത്താൽ സൗവർണാംബ പരന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തി ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. എന്താ പേര്? ഇവിടെ ഏത് മെഡിക്കലാണ് ഇതിനെ കുറിച്ച് പറയുന്നത്? ആരെങ്കിലും 2 വാക്ക് പറഞ്ഞേ. മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ്റും ശുചിത്വ മിഷനും പിന്നെ ഹരിതകർമ്മസേനയും പിന്നെ ഞങ്ങളുടെ പോരയിടം സ്കൂള്, MG സ്കൂള്, ഈ സ്കൂളിലെ കുട്ടികളും കൂടെ ചേർന്നിപ്പം KSRTC ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ശുചീകരിക്കാൻ പോവുകയാണ്. നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം ശുചീകരിക്കുക എന്നതാണ്.
നന്ദി. ആരാ പാട്ട് പാടുന്നതിൽ? എല്ലാവർക്കും പാട്ട് പാടാം. മനസ്സ് നന്നാവട്ടെ, മനമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ കൂടാൻ, സൗവർണാഭ പരന്താൻ, സൗഹൃദ സിദ്ധികൾ കൂടാൻ, സൗവർണാഭ പരന്താൻ, സുരഭില ജീവിത മാധുര്യ വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാർഗുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിലിറങ്ങിയിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാർഗുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. ബാഗ് കൊണ്ടുവയ്ക്കാനാണ് വിളിക്കുന്നത്. ഈ നിങ്ങൾക്കുള്ള ഒരു എന്തുവാ ഞാൻ ചോദിച്ചോളാം. ചടയമംഗലം ഗവൺമെൻറ് MGHSലെ അതുപോലെ പോരേടം വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെയും നാഷണൽ സർവീസ് സ്കീമിൽപ്പെട്ട വിദ്യാർത്ഥികൾ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ ഏകിക്കൊണ്ട് ഹരിതകർമ്മ സേന അംഗങ്ങളും സജീവമായി രംഗത്തുണ്ട്. അതിനെ സംബന്ധിച്ച് അവരുടെ പ്രതികരണങ്ങളിലേക്ക്. കേരളം ഒട്ടാകെ നടക്കുന്ന നവകേരളം ശുചിത്വ കേരളം എന്ന മെഗാ ക്യാമ്പയിനിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾക്കും പറ്റിയതിനകത്ത് ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. നമ്മളെ എല്ലാവരുടെ ഒത്തൊരുമയിൽ നമ്മുടെ കേരളം ശുചിത്വ കേരളമാക്കുന്നതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ 100% പങ്കാളികളാവും. അതിന് ഞങ്ങൾക്ക് എല്ലാവരും ചാരിതാർത്ഥ്യമുണ്ട്. ഇന്നോട് പറയട്ടെ, ഞങ്ങളെ കൂടെ വഹിക്കുന്നതും അതുപോലെ വളരെ ഇതുള്ള നിമിഷമാണ് നമ്മൾ ഈ ഒരു അവസരം എന്ന് പറയുന്നത്. നമ്മുടെ വിവിധ സംവിധാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള മെഗാ ക്ലീനിങ് സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിനോടൊപ്പം ഞങ്ങളെ കൂടെ ഞങ്ങളുടെ ശക്തിയായി നിൽക്കുന്ന ഞങ്ങളുടെ NREGSന്റെ പ്രവർത്തകർ, ഞങ്ങളുടെ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ, അവരുടെയും സേവനം ഇന്നിവിടെ ഞങ്ങൾക്ക് ലഭ്യമാകുകയാണ്. ഈ പ്രവർത്തനം വളരെ വിജയകരമായി നടപ്പാക്കാൻ ഞങ്ങൾക്കും അവർക്കും ഒരുപോലെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിലാണ് ഈ ഒരു മെഗാ ക്യാമ്പയിൻ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ മെഗാ ക്യാമ്പയിനിൽ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ 2 സ്കൂളുകളിലെ NSS വിദ്യാർത്ഥികൾ പോരേട് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ, ഒപ്പം ചേരുന്നു ഗവൺമെന്റ് മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ ചേരുന്നുണ്ട്. ഏതായാലും ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാവിധമായ ആശംസകൾ. നിങ്ങൾ ഒരു വാർഡിലെ സൈറ്റുകാരാണോ? തൊഴിലുറപ്പിൽ ആരാ ഒരാളൊന്ന് പ്രതികരിക്കുന്നു. അതിനൊരു കാര്യം പറയാൻ
നാഷണൽ സർവീസ് സ്കീമിലെ കുഞ്ഞുങ്ങളുടെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പിന്തുണയേകൊണ്ട് ഹരിതകർമ്മ സേന അംഗങ്ങളും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളും സജീവമായി രംഗത്തുണ്ട്. അതിനെ സംബന്ധിച്ച് അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങൾ ഇതിനുള്ള എല്ലാ കാര്യങ്ങളും എപ്പോൾ വിളിച്ചാലും തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാത്തിലും സഹകരിക്കും. ഞങ്ങൾക്കത് സന്തോഷമാണ്. ഞങ്ങൾ ഇന്നും അതേപോലെ ഈ കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്ന് നേതൃത്വം നൽകി ചെയ്യുകയാണ്. ഉണ്ടോ? പറഞ്ഞൂടെ? ചടയമംഗലം KSRTC പരിസരത്ത് നാഷണൽ സർവീസ് സ്കീമിലെ വിദ്യാർത്ഥികളും ഹരിതകർമ്മ സേന അംഗങ്ങളും തൊഴിലുറപ്പ് രംഗത്തെ അംഗങ്ങളുമടക്കം ചടയമംഗലം KSRTC പരിസരം ശുചീകരിക്കുന്ന ദൃശ്യങ്ങൾ ആണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതികാ വിദ്യാധരൻ നിർവഹിച്ചു. ചടങ്ങിൽ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗങ്ങളും KSRTCയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം പിന്തുണയേകി രംഗത്ത് വന്നു. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് രാജു അടക്കം നിരവധി ജനപ്രതിനിധികൾ ആശംസകളുമായി ഈ ചടങ്ങിലേക്ക് വന്നു. ഈ ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ചടയമംഗലം KSRTC പരിസരത്തു നിന്നും സാക്ഷിക്ക് വേണ്ടി G. ഗോപൻ മുദ്ര.